കഴിഞ്ഞ ദിവസം MP KC വേണുഗോപാലിൻ്റെ സമൂഹമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഏറെ വൈകാരികമായിരുന്നു ആ കുറിപ്പ്. ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആൾക്കൂട്ടമായെത്തി നട്ടെല്ലിന് ചവിട്ടി താഴെയിട്ട് അവൻ ചത്തില്ലേ എന്ന് ചോദിച്ച മനുഷ്യത്വമില്ലാത്ത SFIയുടെ നരഭോജികളെ കേരളം കണ്ട് 24 മണിക്കൂർ തികയും മുൻപ് എത്തുന്നു ഇതാ ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം. കുസാറ്റിലെ SFIയുടെ ആധിപത്യം ചവിട്ടിമതിച്ച് KSU നേടിയ വിജയമാണ് ഈ പോസ്റ്റിന് ആധാരം. 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രമാണ് കുസാറ്റിൽ KSU തിരുത്തിയിരിക്കുന്നത്. ആ വിജയത്തിൻ്റെ ആവേശം മുഴുവൻ KC വേണുഗോപാലിൻ്റെ ആ പോസ്റ്റിൽ കാണാമായിരുന്നു. ഹൃദയത്തിലും ശരീരത്തിലും പേറുന്നത് ആ പഴയ KSUക്കാരൻ്റെ രക്തമായത് കൊണ്ടാകാം ഈ വിജയം എന്തെന്ന് ഇല്ലാത്തൊരാവേശം നൽകുന്നുണ്ട്. 30 വർഷക്കാലം കാത്തിരുന്ന് നേടിയതാണ് ഈ വിജയം. ഇനി തെളിമയുള്ള, മാനവികതയുള്ള, നീലിമയുള്ള ആകാശമാണ് കുസാറ്റിൻ്റെ മാനത്ത് തെളിയുക എന്നും KC വേണുഗോപാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. കുസാറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ വിജയം കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ആഘോഷമാക്കുകയാണ്. 31 വർഷത്തിന് ശേഷമാണ് KSU കുസാറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കുര്യൻ ബിജു ചെയർപേഴ്സണായും നവീൻ മാത്യു വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. 15 പോസ്റ്റുകളിലേക്കാണ് മത്സരം നടന്നത്. കഴിഞ്ഞ തവണ 13 സീറ്റിലും SFI ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ KSU ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ജനറൽ സെക്രട്ടറി അർച്ചന SB, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റാഷിദ്, ട്രഷറർ ബേസിൽ M. പോൾ, വിവിധ വിഭാഗങ്ങളിലെ സെക്രട്ടറിമാരായി മുഹമ്മദ് നഹീഖ്, മുഹമ്മദ് സൈനുൽ ആബിദീൻ, സയിൽ മുഹമ്മദ്, ഫാത്തിമ, നിജു റോയ്, ഷിനാൻ മുഹമ്മദ് ഷെരീഫ്, ബേസിൽ ജോൺ എൽദോ, ശരത് PJ എന്നിവരാണ് KSU പാനലിൽ വിജയിച്ചത്. എന്തായാലും ചരിത്ര വിജയം നേടിയ KSUവിൻ്റെ മിടുക്കന്മാരെ നേരിട്ട് കാണാൻ KC വേണുഗോപാൽ എത്തി. കെട്ടിപ്പിടിച്ചും സ്നേഹചുംബനം നൽകിയുമാണ് മിടുക്കന്മാരുമായി KC സ്നേഹം പങ്കുവച്ചത്. ആ വീഡിയോ കാണാം.